എല്ലാ പ്രതീക്ഷകളുമെല്ലാം ശുഭ പര്യവസായിയായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ആരംഭിക്കട്ടെ. ഈ വർഷം നമ്മുടെ വിദ്യാലയത്തിലേക്ക് 200ഓളം നവ അതിഥികളാണ് എത്തിയിട്ടുള്ളത്. ഇത് വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലമാണ്. വൈജ്ഞാനിക മേഖലയിലെ വികാസം ആർജിച്ചെടുക്കാൻ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നാം നല്ല രീതിയിൽ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസം അതിന് ഉതകുന്നതായിരിക്കണം. പഴയ കാലത്തെ പോലെ കേവലം അക്ഷരജ്ഞാനം മാത്രം മതി വരില്ലാത്ത ഒരു പുതിയ കാലത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പാഠ്യേതര വിഷയങ്ങളിലെല്ലാം ഏറ്റവും നന്നായി ശ്രദ്ധിച്ച് മികവ് നേടുന്നവർക്ക് മാത്രമേ പുതിയ കാലഘട്ടത്തിൽ എന്തെങ്കിലും നേടാനും സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന അർപ്പിക്കാനും കഴിയുകയുള്ളൂ. വൈജ്ഞാനിക മേഖലയിൽ പുതിയ പുരോഗതിയൊക്കെ ഉണ്ടായി എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര സന്തോഷകരമായ ഒരു കാര്യമല്ല എന്നുള്ളത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. 10ാം ക്ലാസ് വരെ കുട്ടികൾ തോൽവി എന്താണ് എന്നറിയാൻ പാടില്ല എന്നുള്ളതും 10ാം ക്ലാസ്സിലെ വിജയ ശതമാനം ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. വിജ്ഞാനം എന്നത് കേവലം അറിവ് നേടലല്ല, തിരിച്ചറിവ് നേടലാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവനവനെ അറിയുന്ന, അവനവന്റെ ചുറ്റുപാടിനെ അറിയുന്ന, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ അറിയുന്ന, നമ്മുടെ മേലാപ്പായ വിണ്ണിനെയും സർവോപരി അതിനെ സൃഷ്ടിച്ച നാഥനെയും അറിയുന്ന വിജ്ഞാനം മാത്രമേ യഥാർത്ഥ അറിവായി മാറുകയുള്ളൂ. വായന അറിവ് ആർജിക്കുന്നതിനുള്ളൊരു മാർഗമാണ്. വിജ്ഞാന സമ്പാദനത്തിന്റെ ഊന്നലാണ്. കേവലം ഒരു അറിവ് സമ്പാദനം മാത്രം അല്ല നമ്മുടെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നെയും തൻ്റെ സൃഷ്ടാവിനെയും തൻ്റെ സഹസൃഷ്ടികളെയും സഹജീവികളെയും മുഴുവൻ പേരെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അറിയാൻ കഴിയുന്ന അറിവ് മാത്രമേ നമുക്ക് ഗുണകരമായി തീരുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അറിവും തിരിച്ചറിവും ഒരുമിച്ച് കൊണ്ടുപോകാനാവുന്ന വിദ്യാഭ്യാസം ആർജിച്ചെടുക്കാൻ നമുക്ക് ഏവർക്കും ആവട്ടെ എന്ന് നാഥനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.